പഴയ കാലത്തൊക്കെ ഇമാമികളെ കിതാബിനായിരുന്നു തള്ളിപ്പറഞ്ഞിരുന്നുവെങ്കിൽ, നമ്മുടെ ഉസ്താദുമാരായിരുന്നു നിഷേധിച്ചിരുന്നതെങ്കിൽ, ഇന്ന് കേൾക്കുന്നത് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ തിരുവചനങ്ങളെ കൊണ്ടാണ് കളിക്കുന്നത്. അതൊക്കെ ഞങ്ങൾ ഖുർആനും ഹദീസും മതി എന്നാ പറഞ്ഞിരുന്നത്. ഇപ്പൊ പറയുന്നത് ഹദീസും തന്നെ വേണ്ട, ഹദീസൊക്കെ ഒരുപാട് തള്ളിക്കളയണം. ആരാണ് ഇതൊക്കെ പഠിപ്പിച്ചത്? ആരാണ് ഇവർക്ക് ഇതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തത്? ആരാണ് ഇവർക്ക് ഇതിനുള്ള ധൈര്യം നൽകിയത്? നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കുക. ഒരു മൗലവി പറയുന്നത് കേൾക്കും നിങ്ങൾ. അദ്ദേഹം പറയാണ്, ഹദീസ് എന്നൊക്കെ പറഞ്ഞാല് അതൊരു സാഹിത്യമായിട്ട് കണ്ടാൽ, സാഹിത്യത്തിൽ കൊള്ളാനും തള്ളാനൊക്കെ ഉണ്ടാവും എന്നതുപോലെ ഹദീസിലെ ചില പദങ്ങളൊക്കെ അതിലൊക്കെ പലതും സംഭവിക്കാം, പല അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് ആ ഹദീസുകളൊക്കെ മാറ്റിക്കളയേണ്ടി വരും. നമ്മൾ ഹദീസിനെ ഒരു സാഹിത്യമായിട്ട് കണ്ടാൽ മതിയാണ്. അപ്പൊ നമ്മൾ ONV കുറുപ്പിന്റെ ഒക്കെ പുസ്തകം വായിക്കും പോലെ, അല്ലെങ്കിൽ MP വീരേന്ദ്രകുമാറിന്റെ പുസ്തകം വായിക്കും പോലെ, അല്ലെങ്കിൽ MTയുടെ പുസ്തകം വായിക്കുന്നത് പോലെ ഒരു സാഹിത്യമായിട്ട് കണ്ടാൽ മതി. എന്തിനെ കുറിച്ചായി പറയുന്നത്? എന്റെ ശബ്ദം കേൾക്കുന്ന നല്ലവരായ സഹോദരന്മാരോട് സ്നേഹത്തോടുണർത്തട്ടെ, ഇതാരെയും കുറ്റപ്പെടുത്താനല്ലേ പറയുന്നത്, ആരെയും കളിയാക്കാനല്ലേ പറയുന്നത്. പരലോക ചിന്തയുണ്ടെങ്കിൽ, ഇന്നല്ലെങ്കിൽ നാളെ എനിക്കും മരിക്കണം എന്നുള്ള ബോധമുണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടിയുള്ള അപേക്ഷ മാത്രമാണ് നടക്കുന്നത്. നോക്കൂ, നിങ്ങളൊരു മൗലവി ഹദീസിനെ കുറിച്ച് പറയുന്ന ഒരു ശൈലി, അത്തരം ഹദീസുകൾ സ്വീകരിക്കും. ഒരു ഹദീസിൽ പദപരമായിട്ട് ഇങ്ങനെ ഇൽത്തിറാബ് ഉണ്ടെങ്കിൽ അത്തരം ഹദീസുകൾ സ്വീകരിക്കാൻ പറ്റുകയില്ല. ഹദീസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സാഹിത്യമാണത്. ഖുർആൻ ഹദീസ് എന്നൊക്കെ പറഞ്ഞാൽ ലിറ്ററേച്ചറാണത്, സാഹിത്യമാണ്. അപ്പൊ സാഹിത്യത്തിൽ ഇങ്ങനെയുള്ള വാക്കുകൾ കടന്നു വന്നാൽ അതിനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരം ഹദീസ് നമ്മൾക്ക് ഹുജ്ജത്തിന് പറ്റുമോ? മാത്രല്ല നിങ്ങൾ ശ്രദ്ധിക്കുക, ഹദീസിന്റെ ഇടയിൽ കൂടി ഏതിനും പറഞ്ഞിട്ടുണ്ട്? ഖുർആനൊക്കെ ഒരു സാഹിത്യമായി. ഇപ്പൊ ഹദീസ് തള്ളി, ഇപ്പൊ ഹദീസും പറഞ്ഞു, ആക്കെ നമ്മൾ മാറ്റി നിർത്തണം. ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്തും പറയും, കുറച്ച് ആയത്തുകളും മാറ്റി നിർത്തണം. പണ്ട് CN അഹമ്മദ് മൗലവി പറഞ്ഞില്ലേ, ഖുർആനിലെ ഒട്ടേറെ ആയത്തുകളെ കുറിച്ച് CN അഹമ്മദ് മൗലവി എന്താ പറഞ്ഞത്? അതിന്റെ അർത്ഥമൊക്കെ നമുക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിൽ അർത്ഥം. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടൽ വടികൊണ്ടടിച്ചു, കടൽ പിളർന്നു. ആ പിളർന്ന ഭാഗത്തിലുള്ള മൂസാ നബി കടന്നുപോയി. അപ്പൊ ഇങ്ങനെ CN അഹമ്മദ് മൗലവി ചിന്തിക്കുക, അതിപ്പോ എങ്ങനെ? ശരി തന്നെയുണ്ടോ? അങ്ങനെ ചിന്തിച്ചാല് നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ പ്രശ്നം തന്നെയല്ലേ? എങ്ങനെ ഒരു വടി കൊണ്ട് അടിക്കുമ്പോൾ കടൽ രണ്ടാകെ, എന്നിട്ട് അതിലൂടെ ഇങ്ങനെ കടന്നു പോകെ. ഇപ്പൊ CN അഹമ്മദ് മൗലവി പറഞ്ഞു, അതിന് നമ്മൾ ഇങ്ങനെ അർത്ഥം വെക്കാം. എങ്ങനെ? അത് വടി കൊണ്ട് അടിച്ചു എന്നല്ല, മൂസാ നബിക്ക് വേലിയേറ്റവും വേലിയിറക്കും നന്നായി അറിയുന്നതാണ്. അപ്പൊ മൂസാ നബി എന്ത് ചെയ്തു? കടലിൽ പോയിട്ട് വടി കൊണ്ട് കുത്തി നോക്കി, എവിടെയാണ് ആഴമുള്ളത്, എവിടെയാണ് ആഴമില്ലാത്തത്, അത് നോക്കിയിട്ട് അതിലൂടെ മൂസാ നബി കടന്നുപോയി. എങ്ങനെയുണ്ട് സാഹിത്യത്തിന്റെ പോക്കണ്ട? എവിടേക്കാണ് ഈ ഉമ്മത്തിനെ ഇവർ കൊണ്ടുപോകുന്നത്? ഇത്ര ഗൗരവമുണ്ട്, ചിന്തിച്ചു നോക്കുന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഉറുമ്പ് സംസാരിച്ചു എന്ന് ഖുർആനിലുണ്ട്. അപ്പൊ ഇയാളിങ്ങനെ ആലോചിച്ചു, ഉറുമ്പ് സുലൈമാനോട് സംസാരിച്ചു, കാരണം അതൊക്കെ ഒരു മോശമല്ലേ? അതപ്പോ എല്ലാവരും ഉൾക്കൊള്ളൂ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഉറുമ്പിന് അർത്ഥം മാറ്റാം. എന്ന് പറഞ്ഞാൽ ഉറുമ്പ് ഗോത്രം, ഉറുമ്പ് എന്നല്ല അർത്ഥം. നംലത്ത് ഗോത്രത്തിൽപ്പെട്ടൊരു പെണ്ണ് പറഞ്ഞു. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് അർത്ഥം? മറ്റൊരായത്തൊരു പെട്ടി വരുന്ന കഥ പറയുന്നു. പെട്ടി മലക്കൾ ഇങ്ങനെ ചുമന്നു കൊണ്ടിരുന്നു. അപ്പൊ ഇയാൾ ഇങ്ങനെ ആലോചിച്ചു, മലക്കൾ ഇങ്ങനെ ചുമക്കെന്നൊക്കെ പറഞ്ഞ ഒരു മോശമല്ലേ? അത് കാളവണ്ടി ഉണ്ടായിരുന്നു അക്കാലത്ത്. ആ കാളവണ്ടിയിൽ കൊണ്ടുവരുന്നതാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ ആലോചിക്കുന്ന സഹോദരന്മാരെ, എന്തിനെയാണ് ഇതിലേക്ക് ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്? ഈമാനുള്ള മുഅ്മിനീങ്ങളെ, എന്റെ ശബ്ദം കേൾക്കുന്ന ഇവിടെ ഒരുമിച്ച് കൂടി സഹോദരന്മാരോട് കേരള ഇസ്ലാമിക് നമ്മുടെ സംവിധാനത്തിലൂടെ
ഈ ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരിമാരോട് ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ ദീന് കൊണ്ടല്ലേ കളിക്കുന്നത്? വിശുദ്ധ ഖുർആൻ കൊണ്ടല്ലേ, വിശുദ്ധമായ ഹദീസ് കൊണ്ടല്ലേ കളിക്കുന്നത്? ഇതിനൊക്കെ നമുക്ക് കൂട്ടു നിൽക്കാൻ പറ്റും. ഇത് തിരുത്തി കൊടുക്കണ്ടേ നമ്മൾ? അത് തിരുത്തുക മാത്രമാണ് ഈ പ്രോഗ്രാം കൊണ്ട് അഭിമന്യരായ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ ഇത് സംഘടിപ്പിക്കാൻ അവർ ഉദ്ദേശമായി കണ്ടു. പണ്ടൊക്കെ പറയാറുള്ള എന്താ, ഹദീസ് ലൈഫാണ് തള്ളുന്നവർ പറയാറുണ്ട്. ഇപ്പൊ പറഞ്ഞുവിടത്തറിയപ്പോ ഹദീസിന്റെ സനദ് സഹിയാണെങ്കിൽ പോലും അത് ഖുർആൻ എതിരാണെങ്കിൽ തള്ളണം. അങ്ങനെ ഹദീസ് റസൂലുള്ള ഖുർആൻ എതിരായിട്ട് പറയും. ഹദീസ് സനദൊക്കെ ശരിയായിരിക്കും, പക്ഷെ ഖുർആൻ എതിരായിരിക്കും. അപ്പൊ ഹദീസ് തള്ളണം. കേൾക്കുന്നുണ്ട്? ഹദീസുകളിൽ പരമ്പര സ്വഹീഹായിട്ടുള്ള, സനദ് സ്വഹീഹായിട്ടുള്ള ചില ഹദീസുകൾ ഉണ്ടാകും. പക്ഷേ ആ ഹദീസുകളുടെ റിപ്പോർട്ട് വിശുദ്ധ ഖുർആനിന് എതിരായി കഴിഞ്ഞാൽ ഖുർആനിനെ സ്വീകരിച്ചുകൊണ്ട് അത്തരം ഹദീസുകളെ മാറ്റിവെക്കുക എന്നതാണ് ഖുർആൻ ഒന്നാം പ്രമാണമാണ് എന്നതിന്റെ താല്പര്യം. എന്താ പറഞ്ഞത്? ഖുർആനെ സ്വീകരിക്കുക, ഹദീസിനെ തള്ളുക. നമ്മൾ ഖുർആൻ തള്ളണം എന്നല്ല പറഞ്ഞത്, അത് രണ്ടും തമ്മിൽ ബന്ധിപ്പിക്കാം. എവിടെ കിടന്നു നോക്കുന്നത്? ഇതൊക്കെ ആരാണ് ഇത് ഇവിടെ തുടങ്ങി വെച്ചത്? ഈ ഹദീസുകളെ തള്ളുന്ന രീതി ആരാണ് ലോകത്തൊക്കെ തുടങ്ങി വെച്ചത്? നമ്മൾ പണ്ടേ പറഞ്ഞു, ഇതൊക്കെ പുത്തനാശയക്കാര സ്വഭാവമാണ്. ബിദഈ കക്ഷികൾ പൂർവ്വകാലത്തുള്ള ബിദഈകൾ ആരംഭിച്ച പദ്ധതിയാണ്. നമ്മൾ അന്ന് പറഞ്ഞപ്പോ പലർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇപ്പോഴിതാ അവര് തന്നെ തുറന്നു പറയുന്നു. കേൾക്കും നിങ്ങൾ? ഇപ്പൊ അവര് തന്നെ പറയുന്നു, ഇവിടെ ഒന്ന് പ്രസംഗിച്ച മൗലവിമാര് തന്നെ പറയുന്നു, ഈ ഹദീസുകൾ നിഷേധിക്കൽ തുടങ്ങിയ രീതി പരപ്പനങ്ങാടിൽ വെച്ചുകൊണ്ട് മറുവിഭാഗം മുജാഹിദുകൾ പറയാണ് അത് മുഅ്തസിലിയാക്കൾ തുടങ്ങി വെച്ച പണിയാണ്. ആരാ പറയുന്നത്? മുജാഹിദിന്റെ മറുപടി മുജാഹിദ് തന്നെ. മുഅ്തസിലിയാക്കൾ തുടങ്ങി വെച്ചതാണ്. കണ്ടോ? ഇത് നമ്മുടെ ഉസ്താദുമാർ, സമസ്ത കേരള ജമിയത്തുൽ ആലിമീങ്ങൾ പൂർവ്വകാലങ്ങളെ പറഞ്ഞു, ഈ ബിദ്അത്തുകാരൊക്കെ ഇപ്പോൾ തുടങ്ങിയതല്ല, പൂർവ്വകാലം തുടങ്ങിയതേ ബിദ്അത്തിന്റെ തുടർച്ചക്കാർ തന്നെയാണ് കേരളത്തിലെ വഹാബികള്. ഇത് മുഅ്തസിലിയാക്കളെ പിൻഗാമികളാണ്, ഖവാരിജിയാക്കളെ പിൻഗാമികളാണ് എന്ന് നമ്മൾ അന്ന് പറഞ്ഞപ്പോൾ കൊള്ളാൻ ഇവർ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഇവർ തന്നെ തുറന്നു പറയുന്നു, ഈ സ്വഭാവം മുഅ്തസിലിയാക്കളുടെ സ്വഭാവമാണ്. ആരാ മുഅ്തസിലിയാക്കൾ? ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും ഒരുമിച്ച് പറഞ്ഞു, അവർ ബിദ്അത്തിന്റെ കക്ഷികളാണ്, പിഴച്ചവരാണെന്ന് പൂർവ്വകാല പണ്ഡിതന്മാർ ഒന്നടങ്കം പറഞ്ഞ ആ മുഅ്തസിലത്തിന്റെ സ്വഭാവമാണ് ഹദീസ് നിഷേധമെന്ന് പരപ്പനങ്ങാടിൽ വെച്ചുകൊണ്ട് മുജാഹിദ് പണ്ഡിതന്മാർ തന്നെ പറയുന്നു. കേൾക്കുന്നുങ്ങൾ? ഈ നിഷേധങ്ങൾ യഥാർത്ഥത്തിൽ ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല. ഈ ഉമ്മത്തിന് ഇത്തരം നിഷേധ പ്രവണതകൾ ആദ്യമായി തുടങ്ങിയത് മുഅ്തസിലിയാക്കളാണ്. ആരാ തുടങ്ങി വെച്ചത്? ആരാ ഹദീസ് നിഷേധം തുടങ്ങി വെച്ചത്? ലോകത്ത് കടന്നു വന്ന പൂർവ്വകാലത്തു നിന്നുള്ള ഇമാമിങ്ങളൊക്കെ നേരിട്ട മഹാനായ ഇമാം മുഹമ്മദ് ഹംബർ റളിയല്ലാഹുവിനെ പോലെയുള്ള വലിയ മഹാന്മാരൊക്കെ നേരിട്ട വലിയ പിഴച്ച കക്ഷിയായ മുഅ്തസിലിയാക്കൾ തുടങ്ങി വെച്ച പദ്ധതിയാണ് ഹദീസ് നിഷേധം. നമ്മുടെ ഈ നാട്ടിൽ വെച്ച് പ്രസംഗിച്ചതാണ്. ഇതല്ലേ നമ്മളും കൊണ്ട് പറഞ്ഞത്? നമ്മൾ പറഞ്ഞു മുജാഹിദിന്റെ സ്വഭാവം മുഅ്തസിലിയാക്കളുടെ സ്വഭാവമാണ്. ഹദീസ് നിഷേധം തുടങ്ങും, പിന്നെയോ അത് പതുക്കെ പതുക്കെ ചേകനൂരിസത്തിലേക്കെത്തും. അത് പിന്നെ പോയി ഒരു മതവും വേണ്ട, അല്ലെങ്കിൽ സർവമത സത്യവാദത്തിലേക്ക് എത്തും, പിന്നെ നിരീശ്വരവാദത്തിലേക്ക് എത്തുമെന്നൊക്കെ നമ്മുടെ ഉസ്താദുമാർ പണ്ട് പറഞ്ഞപ്പോ ഇതിനവർ കളിയാക്കി. അതല്ലേ പിന്നെ ഉണ്ടായത്? സുന്നത്തമായ നേരെ ചേകനൂർ എന്താ ചെയ്തത്? മുജാഹിദിലേക്ക് പോയി. മുജാഹിദ് അദ്ദേഹം എന്തായി? പുതിയൊരു വാദത്തിലേക്ക് എത്തിച്ചേർന്നു. ജമാഅത്തായി, പിന്നെ പുതിയൊരു വാദത്തിലേക്ക് എത്തി. ഇപ്പതാ ഇവരും തുറന്നു പറയുന്നു, ഇവിടെ വെച്ച് പരപ്പനങ്ങാടിൽ വെച്ചുകൊണ്ട് മുജാഹിദിന്റെ വേദിയിൽ മുജാഹിദുകൾ പറയാണ്, ഈ പോക്ക് ഹദീസ് നിഷേധം എന്നുള്ള പോക്ക് അത് സർവമത സത്യവാദത്തിലേക്കും ചേകനൂരിസത്തിലേക്കുള്ള പോക്കാണ്. ഇപ്പൊ നമുക്ക് സുഖം ഇതിങ്ങനെ കേട്ടിരുന്നാൽ ഒക്കെ ഇവരെന്നെ പറയാം. നമ്മൾ പണ്ട് പറഞ്ഞിടത്തേക്ക് ഇപ്പൊ മുജാഹിദ് ഇങ്ങനെ ഘട്ടമായി കേട്ടോ. സഹോദരന്മാരെ, ലോകത്ത് ഹദീസുകൾ നിഷേധിച്ച് കടന്നു വന്നിട്ടുള്ള എല്ലാ ആളുകളും അവസാനം എത്തിപ്പെട്ടിട്ടുള്ളത് ശുദ്ധമായ മതനിരാസത്തിലേക്കും സർവമത സത്യവാദത്തിലേക്കുമാണ്. കണ്ടോ? ഹദീസ് നിഷേധിച്ച് തുടങ്ങിയവരൊക്കെ എത്തിപ്പെട്ടിട്ടുള്ളത് സർവമത സത്യവാദത്തിലേക്കും മതനിരാസത്തിലേക്കുമാണ്. പറയട്ടെ അദ്ദേഹം.
നമുക്കറിയാം, കേരളത്തിൽ ഹദീസ് നിഷേധത്തിന് ചുക്കാൻ പിടിച്ചിരുന്ന ചേകനൂർ മൗലവി, അയാൾ ആദ്യം കടന്നു വന്ന് ഹദീസ് പ്രമാണമല്ല, സഹീൽ ബുഖാരി തോട്ടിലേക്ക് എറിയണം എന്നല്ല പറഞ്ഞത്. അല്ല, ആള് ആദ്യം പറഞ്ഞതല്ല സുന്നി ശരിയല്ലെന്ന് ആദ്യം പറഞ്ഞു. ആദ്യം അയാൾ സുന്നിയിലായിരുന്നു, എന്നിട്ട് ആദ്യം പറഞ്ഞു സുന്നി ശരിയല്ല, എന്നിട്ട് നേരെ മുജാഹിദിലേക്ക് പോയി. എന്നിട്ടാണ് എന്ത് പറയാൻ തുടങ്ങിയത്? ഹദീസ് ശരിയല്ല. സുന്നി നിൽക്കുമ്പോൾ അതൊന്നും പറഞ്ഞില്ല. സുന്നത്ത് ജമാഅത്തിൽ നിൽക്കുമ്പോൾ ക്ലിയർ എന്ന സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പോയി മുജാഹിദിലേക്ക് എത്തി. മുജാഹിദിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം പറയാൻ തുടങ്ങി, കിതാബുകളൊന്നും ശരിയല്ല, പൂർവികരൊന്നും ശരിയല്ല. പിന്നെ അയാൾക്ക് തോന്നി അങ്ങനെ എന്ന് പറഞ്ഞാൽ പോലെ കുറച്ചുകൂടി ഉഷാറാകണം, അപ്പൊ ഹദീസ് ശരിയല്ല തുടങ്ങി. പിന്നെ എവിടേക്ക് എത്തി? ഇദ്ദേഹം പറയട്ടെ, ഇജ്മാഉം ഖിയാസും പ്രമാണമല്ല എന്ന് ആദ്യം പറഞ്ഞു വെച്ചു. ഇത് കേട്ടപ്പോൾ ചില ആളുകൾക്കൊന്നും അതിന്റെ അപകടം മനസ്സിലായില്ല. പക്ഷെ ഉമർ മൗലവി എന്ന് തന്നെ പറഞ്ഞു ഇസ്ലാമിന്റെ ശത്രുവാണെന്ന്. പിന്നീട് മുത്തവാത്തിറായ ഹദീസുകൾ മാത്രമാണ് പ്രമാണമെന്ന് പറഞ്ഞു. പിന്നീട് ഹദീസ് തന്നെ പ്രമാണമല്ല എന്ന് പറഞ്ഞു. ഘട്ടമായി അവസാനം ഇസ്ലാം മാത്രമല്ല ശരി, എല്ലാം ശരിയാണ് എന്ന് പറയുന്ന ചേകനൂര് പിന്നെ സർവ്വമത സത്യവാദത്തിലേക്കാണ് അയാൾ എത്തിപ്പെട്ടത്. അതന്നെയാണ് ഇപ്പോ മുജാഹിദിലെ ഒരു വിഭാഗം എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ വെച്ച് എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, പടച്ചവനെ പേടിയുള്ളവരെ, ഇന്നല്ലെങ്കിൽ നാളെ മരിക്കണം എന്ന് ചിന്തയുള്ളവരെ ആലോചിക്കുക. മുജാഹിദിലൊക്കെ പെട്ടുപോയുള്ള അവസ്ഥയാണ്. സുന്നി തന്നെ പോയ പിന്നെ അങ്ങനെയാണ്. ആദ്യം ഇജ്മാവ് വേണ്ട, കിയാസ് വേണ്ട, ഇമാമിയങ്ങൾ വേണ്ട, പൂർവികര് വേണ്ട, ഇങ്ങനെ ഘട്ടമായി പറഞ്ഞു പോയിട്ട് പറയും ഹദീസ് വേണ്ട. പിന്നെ പറയും ഒന്നും വേണ്ട, സർവമത സത്യവാദം. ഇപ്പൊ പുതിയൊരാൾ ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ അയാളെ പരിചയപ്പെടുത്തപ്പോൾ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ വാദങ്ങൾ എന്തൊക്കെയാണ്? അയാളെ നിക്കാക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിക്കാന്റെ സദസ്സൊക്കെ ഇപ്പൊ അതിനൊന്നും പരിചയപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ നോക്കും നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം എവിടെ എത്തി നിൽക്കുന്നു. നിങ്ങൾ ഒരു മൗലവി പറയാണ് മറുവിഭാഗം 2500 ഹദീസ്, അദ്ദേഹം പറഞ്ഞ അല്ല 3000 ഹദീസ് നിഷേധിച്ചിട്ടുണ്ട്. എത്ര ഹദീസ്? ചെറിയ വിഷയമാണ് ഇതൊക്കെ ചെറുതായി കാണേണ്ട കാര്യങ്ങളാ. നമ്മൾ എന്തെങ്കിലും ആരോപിക്കലല്ലോ, അവര് പറഞ്ഞ് നിങ്ങൾ കേൾപ്പിക്കുക മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. മഹാനായ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ തിരുനാവിലൂടെ വന്നു എന്ന് സ്ഥിരപ്പെട്ട കാര്യങ്ങളെയാണ് 3000ഓളം ഹദീസുകളെയാ നിഷേധിക്കുന്നത്. ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് പറ്റുമോ അത്? എത്ര വേദനയുണ്ട് നിങ്ങൾക്ക്. പടച്ചവനെ പേടിയുള്ളവരെ, അള്ളാഹുവിനെ കുറിച്ച് ചിന്തയുള്ളവരെ, മുത്തുനബിയോട് സ്നേഹമുള്ളവരെ ചിന്തിക്കുക. 2500ഓളം ഹദീസുകൾ എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നില്ല. അവിടുന്ന് പോയി 3000 ഹദീസുകൾ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 3000ഓളം ഹദീസുകൾ നിഷേധിച്ചു. അത്രേ കേൾക്കുന്നു. പറഞ്ഞ സ്വഹീഹായി സ്ഥിരപ്പെട്ടു വന്ന ആയിരക്കണക്കിന് ഹദീസുകളെ ഇന്ന് മർക്കസ് ദഅവ തള്ളിയിട്ടുണ്ട്. ഒരു സംശയമില്ല. ഏറ്റവും ചുരുങ്ങിയത് ഒരു 2000, 500, 3000 ഹദീസ് തള്ളാതെ ഒരാൾക്ക് മർക്കസ് ദഅവ എടുക്കാൻ പറ്റില്ലെന്ന്. സ്വഹീഹായത് മാത്രം, വഴീഫൊന്നും എടുക്കണ്ട, ദഈഫും മൗളൂ ഒന്നും എടുക്കണ്ട. സ്വഹീഹായ നിദാന ശാസ്ത്രപ്രകാരം അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ സ്വഹീഹാണ് എന്ന് വിധി എഴുതിയ 2500, 3000 ഹദീസ് തള്ളിയിട്ടല്ലാതെ ഒരാൾക്ക് ഇന്ന് മർക്കസ് ദഅവ നിൽക്കാൻ കഴിയില്ല. ഓരോ ദിവസം മുന്നോട്ട് പോകും തോറും ആ എണ്ണം കൂടി വരും. മുജാഹിദിലെ ഒരു ഗ്രൂപ്പായ മർക്കസുദ് ദഅവ, നിങ്ങൾ ആ ഗ്രൂപ്പ് കേട്ടിട്ടില്ലേ? പുതിയ ഇങ്ങനെ വരട്ടോ. ആ മർക്കസുദ് ദഅവ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഒരാൾ അംഗമാകണമെങ്കിൽ ചുരുങ്ങിയത് 2000 ഹദീസെങ്കിലും നിഷേധിക്കണം. അപ്പൊ 3000 എത്തിയിട്ടുണ്ട്. ദിവസം തോറും എണ്ണം കൂടി വരികയാണ്. എന്തിനെ നിഷേധിക്കണം ഈ പറയുന്നത്? എന്തിനെ? ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ വാക്കിനെയല്ല, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ വാക്കിനെയല്ല, ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ വാക്കിനെയല്ല, ഇമാം മുഹമ്മദ് റളിയല്ലാഹുവിന്റെ വാക്കിനെയല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിനോട് പറഞ്ഞ, ഉമ്മത്തറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അവിടുന്ന് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ശത്രുക്കളുടെ കഠിനമായ പീഡനങ്ങളേറ്റ് ഉമ്മത്തിന് വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ 3000ഓളം ഹദീസുകൾ ഇപ്പോ മുജാഹിദിന്റെ KNM മർക്കസുദ് ദഅവ ടീം നിഷേധിച്ചിട്ടുണ്ടെന്നാണ് ഈ മൗലവി പറയുന്നത്.
3000 ഹദീസ്. എവിടേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇവർ നിശ്ചയിച്ചൊരു 10 കാര്യങ്ങൾ ഹദീസും പറഞ്ഞിട്ട് ഹദീസിലുള്ള 10 കാര്യങ്ങൾ നിഷേധിക്കുന്നത്. അത് നിങ്ങൾ ഓരോന്ന് കിട്ടും നോക്കുന്നത് ഏതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. ഏതൊക്കെ കാര്യങ്ങൾ നിഷേധിച്ചു? ഖബർ ശിക്ഷയില്ല എന്നാ പറയുന്നത്. സുബ്ഹാന ജല്ലല്ലാഹു. ഇങ്ങനെയൊക്കെ ആള് കൂടുമല്ലോ. ഖബർ ഓടിക്കണ്ട, സിറാത്ത് അതൊന്നും ഇല്ലത്രേ. നരകത്തിന്റെ മേലെ ഒരു പാലൊന്നുമില്ല. പിന്നെ ഞാൻ പാലം കിടക്കുന്ന ആരും അലിക്കണ്ടല്ലോ. മീസാനില്ല എന്ന് പറയുന്നത്. മീസാൻ നമ്മുടെ നന്മത്തിന്മകൾ തൂക്കുന്ന തുലാസ് അതുമില്ല. ഇനി എന്താ ഉള്ളതാണവോ? ദജ്ജാലും ഇല്ല. കേട്ടോളൂ നിങ്ങൾ, എവിടേക്ക് എത്തി ഇവരുടെ പോക്കെന്ന് പറയട്ടെ. അതായത് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ കേരള മർക്കസ് ദേവിൽപ്പെട്ട ആരും തന്നെ ഒരു ഹദീസും നിഷേധിച്ചിട്ടില്ല. എന്നാൽ ഞാൻ ജാബിർ റഹ്മാനിയുടെ അറിവിലേക്ക് 10 ഹദീസുകളല്ല 10 വിഷയങ്ങളാണ് പറഞ്ഞത്. ശരിക്കും ശ്രദ്ധിക്കുക. ഒന്ന്, നിങ്ങൾ ഉസൂലുൽ ഹദീസ് പ്രകാരം സ്ഥിരപ്പെട്ട ഹദീസ് ഞങ്ങൾ നിഷേധിച്ചിട്ടുണ്ടോ എന്നാണുള്ള ചോദ്യം. അത് നിങ്ങൾ പറഞ്ഞെന്താ? ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല, ഉണ്ടെങ്കിൽ തെളിവ് തരണം. എന്നാ പിടിച്ച ഒന്ന് എന്റെ കഴിഞ്ഞ സംസാരത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ മുത്തവാത്തിറായ ഒരു ഹദീസുണ്ട്. യൻസിലു റബ്ബുനാ തബാറക വ തആല ഇല സമാഇ ദുനിയ എന്ന് പറഞ്ഞ രാത്രിയുടെ അവസാന ഭാഗമാകുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും. ഇത് മുത്തവാത്തിറായ ഹദീസാണ്. ആ മുത്തവാത്തിറായ ഹദീസിനെ സംബന്ധിച്ച് നിങ്ങളുടെ ശബാബിൽ എന്താ എഴുതിയത്? അങ്ങനെ ഇറങ്ങി വരികയാണെങ്കിൽ ഇവിടെ രാത്രിയാകുമ്പോൾ അവിടെ പകലല്ലേ, അവിടെ പകലാകുമ്പോൾ ഇവിടെ രാത്രിയാകില്ലേ, അപ്പോൾ അള്ളാഹുവിന് അർശിലിരിക്കാൻ സമയമുണ്ടാകുമോ എന്ന് നിങ്ങൾ ചോദിച്ച് നിഷേധിച്ചിട്ടുണ്ട്. ഒന്ന്. ഇപ്പൊ 10 പറയുന്നുള്ളൂ. ഇതൊരു വിഷയാട്ടോ, ഒരു ഹദീസല്ല, ഒരു വിഷയമാണ്. ഈ ഉസൂലുമായി കൊണ്ട് ബന്ധപ്പെട്ട് 100 കണക്കിന് ഹദീസുകളുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്ക് ആ വിഷയത്തിൽ കിതാബിനുണ്ട്. രണ്ടാമത്തെ വിഷയം ജാബിർ റഹ്മാനി ശ്രദ്ധിച്ചോളി, ഹജറുൽ അസ്വദ്. ഹജറുൽ അസ്വദിനെ സംബന്ധിച്ച് അതിലുള്ള മുഴുവൻ ഹദീസുകളെയും നിഷേധിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹജറുൽ അസ്വദ് സാധാരണ കല്ലാണ്. ഹജറുൽ അസ്വദ് നമ്മൾ അങ്ങാടിയുടെ കരിങ്കല്ലിന് അതല്ലേ പറയണത്. ഹജറുൽ അസ്വദ് എന്ന കരിങ്കല്ലെന്ന് കറുത്ത മൊക്ക, ആ കരിങ്കല്ലല്ലേ കഥ. പരിശുദ്ധമായ കഅബാലയത്തിന്റെ ആ മൂലയിൽ എത്ര ആദരവോടുകൂടിയാണ് എല്ലാവരും ഇതിനെ കാണുന്നത്. എത്ര പുണ്യമുണ്ടതിന്. ഞാനിതിന്റെ ഹദീസിലേക്ക് ഒന്നും കിടക്കുന്നില്ല. നമ്മുടെ മുഖാം കൂടി നടക്കേണ്ടതുണ്ട്. ഞാൻ ഇതിലേക്കൊന്നും പോകുന്നില്ല. ഹജറുൽ അസ്വദിനെ വരെ നിഷേധിക്കുന്നു. അതൊക്കെ ഒരു സാധാ കല്ലാണ്. എന്തിനാണ് ഇതിൽ കുറെ ആയത്തോ ദിവസം നോക്കണ്ടല്ലോ. എന്തിനാണ് ആളുകളോട് പോയി തിരക്കിട്ടുന്നത്? ഒരാവശ്യമില്ലല്ലോ. ഹജറുൽ അസ്വദ് കിട്ടാത്തൊരു സങ്കടത്തിനാ വരാറില്ല. ആ ഹജറുൽ അസ്വദ് സാധാ കല്ലാണത്രേ. അടുത്തത് 3 സിറാത്ത് പാലം ഖുർആൻ കൊണ്ട് സൂചനയുണ്ട്, ഹദീസിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വ്യക്തമായി എഴുതിയിട്ടുണ്ട് സിറാത്ത് പാലം ഇല്ല എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. സിറാത്ത് പാലല്ല. പരപ്പനങ്ങാടിയിലെ ഈ റെയിൽവേനെ ക്രോസ് ചെയ്തുള്ള പാലത്തിനെ കുറിച്ചല്ലേ പറയണത്. ഇതിനെ കുറിച്ചാ പറയണത്? നരകത്തിന്റെ മീതെയുള്ള ആ പാലം. നമ്മളൊക്കെ ഇപ്പോഴും പഠിച്ചോണ്ട് വേർക്കല്ലേ, പഠിച്ചോനെ ഇടിമിന്നലിന്റെ വേഗതയിൽ ആ പാലത്തിലൂടെ വിട്ടുകിടക്കാൻ തൗഫീഖിനെ ദുആ ചെയ്യാറില്ലേ? ഹദീസിലുള്ളതല്ലതൊക്കെ. ആ പാലം ഇല്ല. പിന്നെ തെളിവ് 3. നാലാമത്തത് അജ്വ. ഇവിടെ തന്നെ നിഷേധിച്ചല്ലോ, പിന്നെ ആ സദസ്സ് തന്നെ നിഷേധിച്ചു. ഒരു പ്രസംഗം കഴിഞ്ഞതിന് ശേഷം തന്നെ നിഷേധമാണ്. 4-ാമത്തെ അജ്വയുടെ ഹദീസ് അലിമദിന് പറഞ്ഞത് എന്താ അറിയോ? അതിന്റെ മത്തിന് പോക്കാണ്. അജ്വ ഉംറക്കൊക്കെ പോയിരിക്കറിയല്ലോ, നമ്മൾ അവിടുന്ന് കൊണ്ടുവരുന്ന ഒരു പ്രത്യേകമായ ഒരു ഈത്തപ്പഴമാണ് അജ്വാക്കാരക്ക, അല്ലെങ്കിൽ അജ്വ ഈത്തപ്പഴം എന്ന് പറയുന്നത്. വളരെ പുണ്യമുള്ള, സിഹിർ വരെ തടയാൻ കാരണമാകുന്ന അതിലൊന്നും കാര്യമില്ല. പറയട്ടെ, ആ വാക്ക ഉപയോഗിച്ചു. മത്തിന് പോക്കാണ്. എവിടേക്ക് പോക്ക്? ആർക്ക് പോക്ക്? ഓറിയന്റലിസ്റ്റുകൾക്ക് പോക്കാണ്, മുജാഹിദീങ്ങൾക്ക് പോക്കല്ല. അതേ പറഞ്ഞത് അബൂറയ്യക്ക് പോക്കാണ് ഹദീസ്, പക്ഷെ അത് മുജാഹിദികൾക്ക് പോക്കല്ല. മർക്കസ് ദേവക്ക് ഹദീസ് പോക്കാണ്. 4-ാമത്തെ തെളിവ്. 5-ാമത്തെ തബറുക്കുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബത്ത് തബറുക്കെടുത്തതുമായി കൊണ്ട് ബന്ധപ്പെട്ട് KM തരിയോട് എഴുതിയൊരു പുസ്തകമുണ്ടായിരുന്നു. അത് നിങ്ങൾ എന്താ ചെയ്തത് എന്ന് ജാബിർ മാനിക്കറിയില്ലെങ്കിലും മൻസൂർ അലി ചെമ്മാനോട് ചോദിച്ചാൽ അറിയാം എന്താ യുവതക്കാരെ ചെയ്തെന്ന്. ഇപ്പൊ ജാബിർ മാനിക്ക് തിരിഞ്ഞോളുന്നില്ല.
മൻസൂർ അമാനിയുടെ പിന്നെ മൻസൂർ തിരങ്ങാടിക്കാരോട് ചോദിച്ചാൽ അറിയാം എന്താണ് ആ പുസ്തകം. നിങ്ങൾ അതിലുള്ള മുഴുവൻ ഹദീസുകളും നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. 5. 6 കേട്ടോ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും മലക്കുൽ മൗത്തുമായി കൊണ്ട് ബന്ധപ്പെട്ട സംഭവം അത് നിഷേധിച്ചുകൊണ്ട് CN രംഗത്ത് വന്നപ്പോൾ അതിന് മറുപടി എഴുതിക്കൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി അൽമനാറിൽ ലേഖനം എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ CP മുർസല്ലമി അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞെന്താ അറിയോ, ആ ഹദീസ് സ്വീകാര്യമില്ല, അത് പൊട്ടൻ കഥയാണ്, അതൊരിക്കലും സ്വീകരിക്കാൻ പറ്റുകയില്ല. 6. 7 സിഹറുമായി കൊണ്ട് ബന്ധപ്പെട്ട് മുഴുവൻ ഹദീസുകൾ നിഷേധിക്കുന്നു. 8 കണ്ണേറുമായി കൊണ്ട് ബന്ധപ്പെട്ട് മുഴുവൻ ഹദീസുകൾ നിഷേധിക്കുന്നു. 9 പിശാചുമായി കൊണ്ട് ബന്ധപ്പെട്ട് 90% ഹദീസുകൾ നിങ്ങൾ ദുർവ്യാഖ്യാനിച്ച് നിഷേധിക്കുന്നു. 10 എന്ന് പറയുന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ വന്നിട്ടുള്ള കിതാബ് തൗഹീദ് അടക്കമുള്ള അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ രചിച്ചിട്ടുള്ള കിതാബുകൾ വന്ന ഹദീസുകളെ നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. ജാബർമാൻ എത്ര കാര്യങ്ങളാണ്. ഇനിയും കുറേ പറയുന്നുണ്ട്. ദജ്ജാലിനെ നിഷേധിച്ചതാണ്. ഒരു ഭാഗം പറഞ്ഞു ദജ്ജാലൊന്നും വരില്ല, ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇനി ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അങ്ങനൊക്കെ പറഞ്ഞ ചിന്തിക്കായിരുന്നു. ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ദജ്ജാലിന്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കായിരുന്നു. അതൊന്നുമല്ല പറയണേ, ദജ്ജാലും വരൂല. എന്റെ മുഅ്മിനീങ്ങളെ, പടച്ചോനെ പേടിയുള്ളവരെ ശ്രദ്ധിക്കുക. ഇപ്പൊ ഇവര് പറയാ ഈ പ്രസംഗിച്ച ടീം ഏതാ, ജിന്നി ബാബ. അവർ പറഞ്ഞത് ഇതൊന്നും ശരിയല്ല, ഇതൊക്കെ സ്വീകരിക്കണം. ഇവരെങ്ങനെ ഏകദേശം ഇങ്ങനെ നമ്മളിലേക്ക് അടുത്ത് വന്നുകൊണ്ടിരിക്കണം. ഏകദേശമൊക്കെ ഇവരിങ്ങനെ ഏകദേശം ലെവലായി ഇങ്ങനെ വരുന്നുണ്ട്. ഇവരെന്നിട്ട് മറ്റവരോട് പറയാം, ഞങ്ങളെ പ്രശ്നം എന്താ അറിയോ, നിങ്ങൾ കിതാബൊന്നും സ്വീകരിക്കാനുള്ള തൗഫീഖ് ഉണ്ടായില്ല. നമ്മൾ ഇക്കാലം ഒരു മുജാഹിദിനോട് പറഞ്ഞതല്ലേ, നിങ്ങൾ വെറുതെ ഖുർആൻ ഹദീസ് കൊണ്ടിരിക്കരുത്, പൂർവികരുടെ കിതാബുകളൊക്കെ സ്വീകരിക്കണം. എല്ലാ ഹദീസിന്റെ ഗ്രന്ഥങ്ങള്, ഇമാമിയങ്ങളുടെ കിതാബുകള്, ഇതൊക്കെ സ്വീകരിക്കണം നിങ്ങൾ. ഇപ്പൊ ഇവര് മറ്റവരോട് പറയാ, നിങ്ങൾ കിതാബൊന്നും സ്വീകരിക്കാനുള്ള തൗഫീഖ് കിട്ടിയില്ല. ഇവര് കുറച്ചൊക്കെ സ്വീകരിക്കാൻ തുടങ്ങിയപ്പോ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഇവരിപ്പോ പറയുന്ന കണ്ട നിങ്ങള്, ഇവര് പറയാണ് ശരിയാകണമെങ്കിൽ നമ്മൾ പൂർവികരെ മുഴുവൻ മാർഗങ്ങൾ സ്വീകരിക്കുന്നവരാണ്. അത് ഇവരെ കാര്യം നോക്കിയാലോ വളരെ കഷ്ടമാണ് കേട്ടോ. ജിന്നിബാത്തിന്റെ കാര്യം അതിലേറെ കഷ്ടമാണ്. വിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ വളച്ചൊടിക്കുന്നവർ, ഇല്ലാത്ത ഹദീസ് വരെണ്ടാക്കുന്ന ഒരു സ്വഭാവക്കാരാണ്. ഇവരെ കുറിച്ച് മറ്റൊരു പറയുന്നത് കേൾക്കാണ്ട്, വിസ്തക്കാര് സംസ്ഥക്കാര് ഇപ്പൊ ഏകദേശം ഒന്നായിട്ടുണ്ടെന്നാണ്. സംസ്ഥക്കാർ ഏകദേശം ആദർശക്ക് എത്തിയിട്ടുണ്ട്, ഏകദേശമൊക്കെ ഇപ്പൊ ഒരുപോലെ ആയിട്ടുണ്ട്. ഇവിടെ വെച്ചുകൊണ്ടൊരു പ്രസംഗിക്കുന്നുണ്ട്, മറുവിഭാഗത്തിന്റെ ആളുകൾ ഒരുപാട് പറയുന്നുണ്ട്. ലത്തീഫ് കരിമ്പലാക്കലൊക്കെ പറയുന്നത് കേട്ടുകഴിഞ്ഞാലേ ജിന്നി ഭാഗത്തിന് നിൽക്കാനേ കഴിയില്ല. എന്നാലും പറയട്ടെ, അവരാണല്ലോ നമ്മൾ ഈ വിഷ്ടം കൂടോത്രവാദികൾ എന്നൊക്കെ പറയുന്നത് അല്ലേ. അവരിലൂടെയാണ് ഏറ്റവും പ്രകടമായി സകലമാന അന്ധവിശ്വാസങ്ങളും ശിർക്കൻ ധാരകളും മെല്ലെ മെല്ലെ ഒഴുകി 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 എത്തിക്കൊണ്ടിരിക്കുന്നത്. അവരും ഇവിടുത്തെ പഴയ അന്ധവിശ്വാസികളും തമ്മിൽ എവിടെയെല്ലാം വിയോജിക്കുന്നുണ്ട്, എവിടെയെല്ലാം യോജിക്കുന്നുണ്ട് എന്ന് ഇന്ന് കണ്ടെത്തുക പ്രയാസമാണ്. ഇപ്പൊ എല്ലാ അന്ധവിശ്വാസത്തിന്റെ ആൾക്കാർ സുന്നികളെക്കാൾ ഉപരി വിസ്ഡംകാരാണ്. കാരണം കണ്ണീറിൻ്റെത് വിശ്വസിക്കുന്നു, സിഹിറിൻ്റെത് വിശ്വസിക്കുന്നു, ജിന്നിൻ്റെത് വിശ്വസിക്കുന്നു, ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുന്നവരായി മാറി. എന്നാൽ ഇവരെ കുറിച്ച് അലിമദിനി മറയൂർ പറയുന്ന കേട്ടോ നിങ്ങൾ, അദ്ദേഹം പറയാണ് വിസ്ഡക്കാരിപ്പോ ഖുർആനായിട്ട് ഒരു ബന്ധമില്ലാത്തവരായി മാറി. എന്താ മുജാഹിദിന്റെ അവസ്ഥ ആലോചിക്കുന്നത്? എവിടേക്കാണ് ഇവർ പോകുന്നത്? ഒരു ഭാഗം ഹദീസ് പരിപൂർണമായി നിഷേധിച്ചു പോകുക, ഒരു ഭാഗമാണല്ലോ ആയത്തുകളും ഹദീസുകളും ദുർവ്യാഖ്യാനം ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈമാനുള്ളവർക്ക് മാറി ചിന്തിക്കാൻ പറ്റിയൊരു സമയമാണ്, പടച്ചവരിലേക്ക് അടുക്കാൻ പറ്റിയൊരു സമയമാണ്. അറിയാതെ മുജാഹിദിലേക്ക് പെട്ടുപോയവർ തിരിച്ചു വരാൻ പറ്റിയ സമയമാണ്. അലിമദിനി മറയൂർ പറയുന്ന നോക്ക് നിങ്ങൾ, ഖുർആൻ എന്ന വിസ്ഡം ഗ്രൂപ്പ് ബഹുദൂരം മാറിപ്പോയി എന്നാണ്. പരിശുദ്ധ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നിന്ന് വിസ്ഡം ടീം ബഹുദൂരം അകന്നു പോയിട്ടുണ്ട്. സമസ്തക്കാർ പ്രചരിപ്പിക്കുന്നതിനേക്കാൾ വളരെ കടുത്ത അന്ധവിശ്വാസം, ഷിർക്കും കുഫറുമാണ് ഇവർ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത്.
ആര്? ജിന്ന് വിഭാഗം ഇവിടെ പ്രചരിപ്പിക്കുന്നത് ഷിർക്കും കുഫറുമാണ്. നിങ്ങൾ ആലോചിക്ക്, മുജാഹിദിലേക്ക് ഇനി ആരത് പോകുന്നത്? പറയട്ടെ, ഷിർക്കും കുഫറുമാണ് പ്രചരിപ്പിക്കുന്നത്. ചെറിയ വിഷയങ്ങളല്ല പറയണത്. ഇതാരെ കുറിച്ചാ? ഇവിടെ പ്രസംഗിച്ചു പോയ ജിന്ന് വിഭാഗം വിസ്ഡം ഗ്രൂപ്പിനെ കുറിച്ചാ. KNM രക്ഷപ്പെടും, അത് തീരെ രക്ഷപ്പെടും. അവരെ കുറിച്ചൊക്കെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞേക്കണം. അവർ നരകത്തിന്റെ അടിത്തട്ടിലാണ്. നമ്മളെ കുറച്ചുകൂടി മുകളിലതില്ലേ സുന്നികളൊക്കെ. എന്നാ മുജാഹിദ് ബാലുശ്ശേരി സ്വർഗത്തിൽ പോകും? അതുമില്ല. മുജാഹിദ് ബാലുശ്ശേരി എടുത്ത് പ്രസംഗിച്ച് പറഞ്ഞു, കരഞ്ഞു പറയാ ഇന്നിപ്പോ എല്ലാരും കൂടി കാഫറാക്കാണ്. നീ മുജാഹിദിൽ പാര സ്വർഗത്തേക്ക് ഉണ്ടാകാം? ഏത് വിഭാഗം സ്വർഗത്തിലേക്ക് ഉണ്ടാവുക? ഓരോ ഗ്രൂപ്പും മറു ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നത് അവർ കാഫറാണ്, മുശ്രിക്കാണ്. ഒരു സംഘടനാ പ്രശ്നമല്ല ഈ പറയണത്. ഒരു ജനാധിപത്യ രീതിയിലാകുമ്പോ അതൊക്കെ സ്വാഭാവികമാണ്. ഇതല്ല. ഒരു ടീം മറു ടീമിനെ കുറിച്ച് പറയുന്നു അവർ കാഫറാണ്, മുശ്രിക്കാണ്. എന്താണ് ബാലുശ്ശേരി കരഞ്ഞു പറയാ? ഏത് ബാലുശ്ശേരി? നമ്മളൊക്കെ എത്ര കുഫ്രാരോപിച്ചു, എത്ര കാഫറാണെന്ന് പറഞ്ഞു. അത് ഞാൻ കേൾപ്പിക്കാം. ആദ്യം അദ്ദേഹത്തെ കുറിച്ച് മറുവിഭാഗം KNM പറഞ്ഞത് അദ്ദേഹം പറയുന്നത് കേൾക്കുന്നു. അദ്ദേഹം പറയാണ്, KNM എന്നെ കുറിച്ച് പറഞ്ഞത് ഞാൻ കാഫറാണ്, ഞാൻ മുശ്രിക്കാണെന്നാണ്. അവർ പറയുന്നു ആര്? ഞങ്ങൾ അല്ലാഹ്. അത് KNM കുറിച്ച് ഉപരി പറയണം. അവിടെ ഇരിക്കട്ടെ. ഇയാളെ കുറിച്ച്, എന്നെ കുറിച്ച് കാഫറാണ്, എന്നെ കുറിച്ച് മുശ്രിക്കാണ്. ഈ റമദാനിൽ വരെ കുറെ ആളുകൾ എന്നെ കുറിച്ച് അങ്ങനെ പ്രസംഗിച്ചു, ഞാൻ കാഫറാണെന്ന് പ്രസംഗിച്ചു. ആര് പറയാ? ബാലുശ്ശേരി. എന്റെ പ്രിയപ്പെട്ടവരെ, ഇരിക്കുന്നവരെ, ഞാൻ കഴിഞ്ഞ ദിവസം വേദനിച്ചു പോയി. എന്താ വേദന? എന്റെ മുഖത്ത് നോക്കി ഒരു KNM-കാരൻ, എടാ മുശ്രിക്കേ, കാഫിറേ, കേരളത്തിലെ സമസ്തയെ പോലെ നീ ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് കാഫിറേ എന്ന് KNM-കാര് കെട്ടയിച്ചു വിട്ടവർ വിളിക്കുന്നു. കാഫിറേ, മുശ്രിക്കേ എന്ന് വിളിച്ചു. ആരായി പറയണത്? ഇയാളെ വിളിച്ചൊക്കെ ഞാൻ കേൾപ്പിക്കാം. പറയട്ടെ. നിങ്ങൾ റബ്ബിനെ പേടിച്ചോളി, നിങ്ങൾ റബ്ബിനെ സൂക്ഷിച്ചോളി. ഏതൊരു നാഥന് വേണ്ടി തെരുവിലടി കൊണ്ടുവോ, ഏതൊരു നാഥന്റെ വചനം ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ പ്രഖ്യാപിച്ചുവോ, ഏതൊരു നാഥന് വേണ്ടി തൗഹീദ് പറഞ്ഞുവോ, അവരെ മുശ്രിക്കെന്ന് വിളിക്കാൻ നാണമില്ലാത്ത ഈ റമദാനിന്റെ പരിശുദ്ധത കാത്തു സൂക്ഷിക്കാത്ത നിങ്ങളോട് അല്ലാഹ് പൊറുത്തു തരട്ടെ. എന്താ പറഞ്ഞത്? മൂപ്പരെ കാഫർ എന്ന് വിളിച്ചാൽ പ്രയാസാണ് പറയുന്നത്. മൂപ്പരെ മുശ്രിക്ക് എന്ന് വിളിച്ചു. മക്കയിലെ മുശ്രിക്കുകളെ പോലെ എന്നെ കണ്ടുന്ന എന്നാ ഇയാള് നമ്മളെന്താ പറഞ്ഞത്? സമസ്തക്കാരെ കുറിച്ച് ഒന്നടങ്കം എന്താ പറഞ്ഞത്? അവരൊക്കെ കാഫറുകളാണ്, മുശ്രിക്കുകളാണ്, നരകത്തിലാണ്. എന്തിനേറെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമാധാനനായ അധ്യക്ഷൻ സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കുറിച്ച് ഇയാൾ എന്താ പ്രസംഗിച്ചത്? ഇയാൾ പറഞ്ഞു അബൂജഹലിന്റെ ഈമാനും ജിഫ്രി തങ്ങളെ ഈമാനും നോക്കിയാല് നല്ല ഈമാൻ അബൂജഹലിന്റെതാണ്. അബൂജഹലിനേക്കാൾ മോശമാണ് ജിഫ്രി തങ്ങൾ. കേട്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അബൂജഹല് പോലും സമ്മതിച്ച കാര്യം ഇവര് സമ്മതിച്ചു കൊടുക്കില്ല പറഞ്ഞാല് ചിന്തിക്ക് മനുഷ്യരെ. അബൂജഹലിനോട് നബി ചോദിച്ച പറയാ, അല്ലയാണ്, ഒരു സംശയം ഞങ്ങൾക്കില്ല. ഇനി നിങ്ങൾ പറയൂ. ഇനി എന്റെ ചോദ്യമാണ്, അബൂജഹലിനാണോ കുറച്ചുകൂടി ബെറ്ററായ ഈമാനുള്ളത്, ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കാണോ? അബൂജഹലിന്റെ ഈമാനാണോ ബെറ്റർ ആയത്, അതോ ജിഫ്രി തങ്ങളതാണോ? സദസ്സിനോട് ചോദ്യം. നിങ്ങൾ പറയും. എന്നാൽ അദ്ദേഹം തന്നെ പറയാണ്, നല്ല ഈമാന് അബൂജഹലിന്റെതാണ്. കേട്ടോ? ആർക്കാ പറഞ്ഞില്ലേ? ആർക്കാ? അബൂജഹലിന് അല്ലേ? പക്ഷെ അബൂജഹലിന് ആരെ ഈമാനാ നല്ലത്? ജിഫ്രി തങ്ങളുടെ ഈമാനേക്കാൾ നല്ലത് അബൂജഹലിന്റെ ഈമാനാണ്. മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അബൂജഹലിനേക്കാൾ മോശമായി ചിത്രീകരിച്ച ആളാണ്. ഇപ്പൊ കരഞ്ഞുകൊണ്ട് പറയുന്നത് എന്നെ കുറിച്ച് കാഫർ എന്ന് പറഞ്ഞു, മുശ്രിക് എന്ന് പറഞ്ഞു. ഈ സ്വഭാവം ആര് തുടങ്ങി വെച്ചതാ? ഖവാരിജാക്കളുടെ സ്വഭാവമല്ലേ? ലോകത്തെ ഏറ്റവും വലിയ ഷർറിന്റെ ആളുകൾ എന്ന് മഹാനായ അബ്ദുല്ലാഹു റളിയല്ലാഹു അൻഹു പറഞ്ഞ
ഈ ഉമ്മത്തിലെ ഈ സൃഷ്ടികളെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടവരാണ് ഖവാരിജിയാക്കൾ. അവരാണ് ഈ ഉമ്മത്തിനെ കാഫറാക്കുന്ന സഭ തുടങ്ങി വെച്ചത്. അതല്ലേ ഇവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ജിഫ്രി തങ്ങളെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് സമാധാനിക്കുന്നുമുണ്ട്. എല്ലാരെ കുറിച്ചും പറഞ്ഞു. ഇവിടുത്തെ ഖതീബുമാര്, ഇവിടുത്തെ മുദ്രിസുമാര്, ഇവിടുത്തെ കാളിമാര്, ബാക്കവിമാര്, ദാരിമാര്, ഫൈസിമാര്, സക്കാഫിമാര് എല്ലാവരും അവരൊക്കെ അബൂജഹലിന്റെ പിൻഗാമികളാണ്, അബൂ താലിബിന്റെ പിൻഗാമികളാണ്, ജൂതന്മാരാണ്, ഷിയാക്കളാണ്. അവരും തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല. വല്ലാഹി അവരൊന്നും മുസ്ലിമീങ്ങളല്ല. നമ്മുടെ ഒരു ജിഫ്രി തങ്ങളെ കുറിച്ച് മാത്രമല്ലേ സമാധാനിക്കണ്ട, എല്ലാവർക്കും ഉണ്ട്. വള്ളർച്ചയുണ്ട് കേട്ടോളൂ. ഇവിടെയാണ് ഇവിടുത്തെ ഷീഇ മൊല്ലന്മാര്, ജൂതന്റെ ആൾക്കാരായ ഇവിടുത്തെ കാളിമാര്, ഖത്തീബുമാര്, മുദരിസുമാര്, മൗലാനമാര്, ഷെയ്ഖുരമാര്, കാസിമിയാക്കള്, ബാക്കവിയാക്കള്, അസരിയാക്കള്, അതേപോലെ തന്നെ ഫൈസിയാക്കള്, അങ്ങനെ പിന്നെ സക്കാഫിയാക്കള് വിട്ടുവയ്ക്കണം. എല്ലാ ബിരുദം എടുത്ത് പറയുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് അഷ്റഫിയാക്കളെ മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ. അങ്ങനെ പിന്നെ സക്കാഫിയാക്കള്, അങ്ങനെ ഇത് അബൂ താലിബിന്റെ അനുയായികൾ, അബൂ താലിബിൽ നിന്ന് അബൂജഹിലൂടെ പാരമ്പര്യം കിട്ടിയവർ. കണ്ടോ ആരൊക്കെ? ഇവിടുത്തെ കാളിമാര്, ഇവിടുത്തെ ഖതീബുമാര്, ഇവിടുത്തെ മുദദ്ദിസുമാര്, ഇവിടുത്തെ ഇമാമുമാര്, ഇവിടുത്തെ ധാർമിയാക്കള്, ഇവിടുത്തെ ബാക്കവിയാക്കള്, ഇവിടുത്തെ ഫൈസിമാര്, ഇവിടുത്തെ സക്കാഫികള്, ഇവിടുത്തെ എല്ലാ ബിരുദധാരികളും, എല്ലാ ഖതീബുമാരും എല്ലാവരും. ഇനി അദ്ദേഹം പറഞ്ഞു കേട്ടോളൂ, ഒറ്റൊന്നും മുസ്ലിമല്ല, ഒന്നും മുസ്ലിമല്ല. ഇവരും തുടർന്ന് നിസ്കരിച്ചാൽ ശരിയാകൂല. ഇവരൊന്നും മുസ്ലിമീങ്ങളല്ല. അവർ നോമ്പ് നോറ്റാലും ശരി, സക്കാത്ത് കൊടുത്താലും ശരി, നിസ്കരിച്ചാലും ശരി, എന്ത് അമൽ ചെയ്താലും ശരി, ഇവരൊന്നും മുസ്ലിമീങ്ങളല്ല. ഈ ഉമ്മത്തിനെ കുറിച്ച് ഇത്തരം മോശമായിട്ട് പറഞ്ഞപ്പോ ആരെങ്കിലും പ്രതികരിക്കാനുണ്ടായോ? വേദനയില്ലേ നമുക്കതിൽ? എന്താണ് പ്രയോഗം? മുസ്ലിമീങ്ങളല്ല. ഇതിലും വലിയൊരു ആരോപണം ലോകത്ത് വേറെ ഉണ്ടാകുന്നത്. ഒരു മുസ്ലിമിനെ കുറിച്ച് പറയുന്നു മുസ്ലിമല്ല. പറയട്ടെ, വഫാത്തായിട്ട് 2 മാസം കഴിഞ്ഞിട്ടില്ലല്ലോ മുസൈലിമുത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന മുസ്ലിമായ, നിസ്കരിക്കുന്ന, നോമ്പ് നോക്കുന്ന, റസൂലുള്ളാഹിന്റെ ഒപ്പം ഹജ്ജ് ചെയ്ത, റസൂലുള്ളാഹിന്റെ ഒപ്പം മദീനത്ത് താമസിച്ച മുസൈലിമുത്തുൽ കദ്ദാബിനെ അബൂ സിദ്ദീഖ് അള്ളാഹു കൊന്നു കളഞ്ഞില്ലേ? എന്താ കാര്യം? റസൂലുള്ളാഹി തങ്ങളോടൊപ്പം ഹജ്ജ് ചെയ്ത, റസൂലുള്ളാഹി തങ്ങളോടൊപ്പം നിസ്കരിച്ച, റസൂലുള്ളാഹി തങ്ങളോടൊപ്പം ജീവിച്ച ആൾക്കാർ പോലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. പിന്നെയാണോ ഈ 1400 കൊല്ലം കഴിഞ്ഞിട്ടുള്ള മുസ്ലിമീങ്ങൾ അല്ലാഹു തആല ഇങ്ങനെ എന്ത് ചെയ്താലും പിടിച്ചു നിർത്തുന്നത്? ഇവിടെയാണ് ആ സംശയം നമുക്ക് തീർത്തേണ്ടത്. അവിടെയാണ് മുസൈലിമുത്തുൽ കദ്ദാബ് വഫാത്തായിട്ട് 2 മാസം കഴിഞ്ഞിട്ടില്ലല്ലോ മുസൈലിമുത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന മുസ്ലിമായ, നിസ്കരിക്കുന്ന, നോമ്പ് നോക്കുന്ന. വല്ലാഹി ഇവർ മുസ്ലിം അല്ല. വല്ലാഹി ഇവർ മുസ്ലിമീങ്ങളല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ബാക്കിയാ പറയട്ടെ. ഇദാ സല്ല വസാമ വസക്ക, നിസ്കരിച്ചാലും ശരി, നോമ്പോറ്റാലും ശരി, സക്കാത്ത് കൊടുത്താലും ശരി, ബക്കത്ത് പോയിട്ട് ഹജ്ജ് ചെയ്താലും ശരി, ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ്. ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുകയില്ല. ഇവിടുത്തെ മഹല്ല് പള്ളികളിൽ കയറി ഇവിടുത്തെ ഇമാമിങ്ങളെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല. അത് ബാക്കവി ആയാലും ശരി, ഫൈസി ആയാലും ശരി, ദാരിമി ആയാലും ശരി, സഖാഫി ആയാലും ശരി, ഏത് ബിരുദധാരികളായാലും ശരി, ഏത് മുദരിസ് ആയാലും ശരി, ഏത് ഖതീബായാലും ശരി, ഏത് ഖാളി ആയാലും ശരി, അവരെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല. ഇവിടുത്തെ പള്ളികളോ തീർച്ചയായിട്ടും പറ്റുകയില്ല. അവർ ശിയാക്കളാണ്. കുത്തുബത്ത് കഴിക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ്, അതിന് പള്ളി എന്ന് പറയില്ല. റബീലാഖറായിട്ട് എല്ലാ പള്ളിയിലും കുത്തുബത്ത് കാണുന്നുണ്ട്. ചാലിയത്ത് കഴിഞ്ഞോളേ കുത്തുബിയത്ത് നടന്ന പള്ളിയൊന്നും വല്ലാഹി അത് പള്ളിയല്ല, അമ്പലങ്ങളാണ്. അവിടുത്തെ ഇമാമോ അമ്പലത്തിൽ കയറിയിട്ട് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് അയക്കുന്ന പള്ളി കയറിയിട്ട് നിസ്കരിക്കുന്നത്. അമ്പലത്തിലെ സാമിനെ തുറന്ന് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് അയക്കുന്ന ഉസ്താദിനെ തുറന്ന് നിസ്കരിക്കല്. എന്താ പറഞ്ഞത്?
നമ്മളെ പള്ളിക്ക് ഉസ്താദ്മാരൊക്കെ തുറന്ന് നിസ്കരിക്കുന്നത് സ്വാമിമാരെ തുറന്ന് നിസ്കരിക്കുന്നത് തുല്യമാണ്. ശ്രീ ഡബിൾ ഷേക്കുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ തുറന്ന് നിസ്കരിക്കുന്നതിന് തുല്യമാണ് പള്ളിയിലെ ഉസ്താദിനെ തുറന്ന് നിസ്കരിക്കുന്നത്, ഇവിടുത്തെ ഖത്തീബുമാരെ തുറന്ന് നിസ്കരിക്കുന്നത്, ഇവിടുത്തെ ഇമാംമാരെ തുറന്ന് നിസ്കരിക്കുന്നത്, ഇവിടുത്തെ മുദരിസുമാരെ തുറന്ന് നിസ്കരിക്കുന്നത്, ഇവിടുത്തെ ഖാദിമാരെ തുറന്ന് നിസ്കരിക്കുന്നത് അമ്പലങ്ങളിലെ സ്വാമിമാരെ തുറന്ന് നിസ്കരിക്കുന്നതിന് തുല്യമാണ്. ഇവിടുത്തെ സുന്നി പള്ളികളൊന്നും തന്നെ അത് പള്ളികളല്ല, അമ്പലങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന നല്ലവരായ ഈ ഓൺലൈനിലൂടെ മറ്റും കേൾക്കുന്ന സഹോദരിമാരോട് പറയാനുള്ളത്, പടച്ചവനെ പഠിക്കുക. എത്ര ഗുരുതരമാണ് ഇത്. തുടങ്ങി വെച്ചതാരാ? ഖവാരിജിയാക്കളെ തുടങ്ങി. മുസ്ലിമീങ്ങളെ കാഫറാക്കുന്ന പരിപാടി ലോകത്ത് തുടങ്ങി വെച്ചത് ഖവാരിജിയാക്കളാ. അവരെ പിൻതലമുറക്കാരായിട്ടാണ് വഹാബികളും ഈ പ്രോഗ്രാം തുടങ്ങിയത്, ഈ പ്രവർത്തനം തുടങ്ങിയത്, ഈ സ്വഭാവം തുടങ്ങിയതെന്ന് പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ നിർത്താൻ പോകുകയാണ്. പടച്ചവനെ പേടിക്കുന്നവരോട്, അള്ളാഹ് എന്ന ചിന്തയുള്ളവരോട് ഇത്തരത്തിലുള്ള പ്രസ്ഥാനത്തിൽ നിന്ന് പെട്ടുപോകരുത്. ഏത് ഗ്രൂപ്പും നടക്കാം, ഒന്നിലും വിട്ടുപോകരുത്. നമുക്കൊരു പാരമ്പര്യമുണ്ട്. നമ്മുടെ അഭിമന്യരായ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ സ്വഹാബാക്കൾ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, അവരുടെ പിൻഗാമികൾ ഇന്നലകൾ കഴിഞ്ഞുപോയ മഹാന്മാർ ഉൾപ്പെടെയുള്ള ആ അഭിമന്യരായ സച്ചിതരായ ആളുകൾ കാണിച്ചു തന്ന മാർഗത്തിലൂടെ ആയിരിക്കും നമ്മൾ പോകേണ്ടത്. അതല്ലെങ്കിൽ ആക്ബത്ത് നഷ്ടപ്പെട്ടു പോകും, ഈമാൻ നഷ്ടപ്പെട്ടു മരിക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ സമയത്തിന്റെ പരിമിതി മനസ്സിലാക്കി 10 മണിക്ക് മുമ്പ് തന്നെ നമുക്ക് നിർത്തൽ അനിവാര്യമായതുകൊണ്ട്, മുഖാമുഖത്തിന് സംശയ നിവാരണത്തിന് അവസരം കൊടുക്കൽ അനിവാര്യമായതുകൊണ്ട് ഇനി നീട്ടിക്കൊണ്ടുപോകും ഉചിതമല്ലെന്ന് മനസ്സിലാക്കി ഞാൻ തൽക്കാലം നിർത്തുകയാണ്. ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നല്ല ബുദ്ധിയോടുകൂടെ, നല്ല മനസ്സോടുകൂടെ ഇവിടെ ചോദിക്കുക. ഇൻഷാ അല്ലാഹ് കൃത്യമായ മറുപടികൾ ഇവിടുന്ന് ലഭിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സത്യം